ഇസ്ലാമിക ചരിത്രത്തിൽ ബക്കാഊൻ എന്നറിയപ്പെട്ട 7 പേരുണ്ട്. ബക്കാഊൻ എന്നതിന്റെ അർത്ഥം കരയുന്നവർ അല്ലെങ്കിൽ കരഞ്ഞവർ എന്നാണ്. എന്തിനായിരുന്നു അവർ കരഞ്ഞത്? എന്തായിരുന്നു അവരുടെ ചരിത്രം? തബൂക്ക് രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ പോകുന്ന സമയത്ത്, ആ സമയം എന്ന് പറഞ്ഞാൽ കഠിനമായ പരീക്ഷണം മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയം, കഠിനമായ ദാരിദ്ര്യം. അപ്പൊ ആ സമയത്ത് 7ഓളം സഹാബാക്കൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അവർ പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് വന്നതാണ്. പക്ഷെ അവർക്കുള്ള പ്രശ്നം, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള വാഹനങ്ങളും യാത്രാ സാമഗ്രികളും അവരുടെ കൂട്ടത്തിലില്ല. അപ്പൊ അവർ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും, യാത്രക്കുള്ള സൗകര്യങ്ങൾ അങ്ങ് ഒരുക്കി തരുമെന്ന് ചോദിച്ചു. റസൂൽ ഒന്ന് നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം, ഇവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളോ യാത്രാ സാമഗ്രികളോ നബി തങ്ങളുടെ കൂട്ടത്തിലും ഇല്ല. അപ്പൊ നബി തങ്ങൾ അവരോട്, നിങ്ങളെ കൊണ്ടുപോകാനുള്ള സൗകര്യം എന്റെ പക്കലില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ സമയത്ത് വളരെ ആഗ്രഹത്തോടുകൂടി വന്ന് എന്നാൽ തിരിച്ചു പോകേണ്ടി വന്ന അവസ്ഥയോർത്ത് ആ നിരാശയോടുകൂടി പോകുന്ന സമയത്ത് ഈ 7 പേരും കരഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കുറെ കുട്ടികൾ ടൂർ പോകുന്നെന്ന് വിചാരിക്കാം. അവസാന സമയത്ത് കുട്ടികളൊക്കെ ബാഗൊക്കെ എടുത്ത് ടൂർ പോകാൻ വേണ്ടി റെഡിയായി വന്ന സമയത്ത് ടീച്ചർ അതിലുള്ള 3-4 പേരെ, നിങ്ങൾ ഇനി ഈ ടൂറിന് വരണ്ട, നിങ്ങൾ പൈസ അടച്ചിട്ടില്ല, തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആ ബാഗൊക്കെ എടുത്ത് റെഡിയായി വന്ന ആ കുട്ടികൾ പൈസ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ പോകാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ എത്ര വിഷമമുണ്ടാവും? അവർ കരഞ്ഞിട്ടായിരിക്കുമല്ലോ തിരിച്ചു. അതേ ഫീലിംഗ് ആയിരുന്നു സഹാബാക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചാൽ, ഈ സഹാബാക്കൾ റെഡിയായി വന്നത് ടൂർ പോകാനല്ല, വിനോദയാത്രക്കല്ല, ഏതെങ്കിലും നാട് കാണാൻ വേണ്ടി പോകാനല്ല, മറിച്ചോ തങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഈ സഹാബാക്കൾ വന്നത്. ആ യുദ്ധത്തിന് പോകാനുള്ള അവസരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ആ 7 പേര് തിരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സഹാബാക്കളുടെ ഈമാനിന്റെ ദറജ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഈമാനിന്റെ പവർ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ. അതാണ് നമ്മളും സഹാബാക്കളും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ ഈ ആത്മാർത്ഥത, ഈ നിഷ്കളങ്കത, ഈ ഇഖ്ലാസ്, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ഈ 7 പേരുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കി. വലഅലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലുഹും, നബിയെ, ഞങ്ങളെയും കൂടെ കൂട്ടണേ എന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി അങ്ങയുടെ അടുക്കൽ ഒരു അപേക്ഷയുമായി വന്ന ആളുകളുടെ മേലും കുറ്റമൊന്നുമില്ല കേട്ടോ. കുൽത്ത, അങ്ങ് ആ സമയത്ത് പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുകുമാലേ, നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു പറയാണ്, തവല്ലൗ, അവർ തിരിഞ്ഞുപോയി, വഅയുനുഹും, അവരുടെ കണ്ണുകൾ തഫീദു മിനദ്ദമഇ, കണ്ണുനീരിനാൽ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു നബിയെ. ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ, ഞമ്മക്കും ചെലവഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ട്, എന്ന് വ്യസനിച്ചുകൊണ്ട് അവർ കരയുന്നുണ്ടായിരുന്നു റസൂൽ എന്ന് ആര് പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം.